ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. സദ്യക്കൊപ്പം വിളമ്പാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ. ഇത് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത് ഗീ റൈസ് കൊണ്ടാണ് കേട്ടോ. നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ തയ്യാറാക്കുന്ന അതേ അരി തന്നെയാണ്. അപ്പോൾ 3/4 ഗ്ലാസ്സോളം അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ലിറ്റർ പാലിലേക്കുള്ള അളവിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിലേക്ക് 3/4 ഗ്ലാസ് അരി കറക്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒരു 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ നിന്ന് കുതിർന്നോട്ടെ, എങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഏതിലേക്കാണെങ്കിലും പാല് എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് തിളപ്പിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ചേർക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പം പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് കേട്ടോ. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അരിപ്പയിലിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മറ്റേതിലാവുന്ന കുറച്ച് സമയമൊക്കെ വേണ്ടി വരും. കുക്കറിലാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്നും അരിയൊന്നും മുങ്ങി നിൽക്കാൻ പാകത്തിന് 1 ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വലിയ കുക്കറിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ചെറിയ കുക്കറിലായിരുന്നു ഞാൻ വേവിച്ചത്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വിസിൽ വരാനായ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിരുന്നു കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടി വന്നതിന് ശേഷം ഓഫാക്കിയതാണ്. അപ്പോൾ ഇത് തിളച്ച് തൂവിപ്പോവും, അത് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. വലിയ കുക്കറിലൊക്കെ ആണെങ്കിൽ പേടിക്കാനില്ല, തിളച്ച് തൂവുകയൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അരി നന്നായി വെന്താൽ മാത്രമേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ചോറൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിലാട്ടോ ഞാൻ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കർ വലുതാണെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കിയാലും മതി. അപ്പം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലാണ് തയ്യാറാക്കുന്നത്. ഇത് മുഴുവനായിട്ടും ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചോറിലേക്ക് അതിൻ്റെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്നും പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കി മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടിന്നോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അത് അല്ലെങ്കിൽ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ പകുതി പഞ്ചസാരയും പകുതി ഇതുപോലെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കണം കേട്ടോ, ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 5-6 ഏലക്കായ ഒന്ന് ഫ്ലേവറിനനുസരിച്ച് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പായസം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഏലക്കായ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് കുറുകി കിട്ടും. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിതാ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് കുറുകി പോകണ്ട, ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് കുറുകി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ചൂടാറി കഴിയുന്ന സമയത്ത് ഇതിലും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇത് നല്ല ചൂടോടെയാണല്ലോ, അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യുകയും ചെയ്യാം. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പായസമല്ലേ ഇത്. അടിപൊളി ടേസ്റ്റുമാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു പായസമാണ് കേട്ടോ ഇത്. സദ്യക്കൊപ്പം വിശേഷ ദിവസങ്ങളിലും ഈ പായസം തയ്യാറാക്കിക്കോളൂ കേട്ടോ, സൂപ്പറായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.